പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. എനിക്ക് വയസ്സ് 24 എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്നവരെ കാണാത്ത നടുക്കുന്ന ഞെട്ടിക്കുന്ന ഒരു വീഡിയോ വന്നിട്ടുണ്ട്. നിങ്ങൾ ഓരോരുത്തരും ആ ഒരു വീഡിയോ കാണണം. അതായത് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് എം.വി. ഗോവിന്ദൻ. എം.വി. ഗോവിന്ദന് നേരെ ആക്രമിക്കുന്നത് UDF-കാരല്ല, ലീഗുകാരല്ല, BJP-കാരല്ല, സ്വന്തം പാർട്ടിയുടെ അണികൾ എം.വി. ഗോവിന്ദനോട് പറയുകയാണ്, നീന്ന് വിളിച്ചിട്ടാണ് പറയുന്നത്. എടാ ഗോവിന്ദ, എത്രയും പെട്ടെന്ന് നീ രാജിവെക്കണം. നീ CPM പാർട്ടി വിട്ടാലും ഒരു പ്രശ്നവുമില്ല ഗോവിന്ദ. എത്രയും പെട്ടെന്ന് നിന്നെ ഇനി CPM പാർട്ടിയിൽ സെക്രട്ടറിയോ എന്തോ ആയിട്ടില്ലെങ്കിൽ ആ സാധനം നീ എത്രയും പെട്ടെന്ന് രാജിവെക്കണമെന്ന് സ്വന്തം പാർട്ടിയിലെ അണികൾ ഈ പറയുന്ന എം.വി. ഗോവിന്ദനോട് പറയുന്ന നടുക്കുന്ന ഒരു വീഡിയോ വന്നിട്ടുണ്ട്. നിങ്ങൾ ഓരോരുത്തരും ആ ഒരു വീഡിയോ കാണണം. ഒരാൾക്കും ഇങ്ങനൊരു ഗതികേട് വരരുത്. ഞാൻ ഇന്നേ വരെ തോൽവിയൊക്കെ കോൺഗ്രസ് ഇതിനും വലിയ തോൽവിയൊക്കെ ഏറ്റുവാങ്ങിയിട്ടുണ്ട് കേന്ദ്രത്തൊക്കെ. പക്ഷേ ഇന്ന് വരെ നമ്മൾ കാണാത്ത അത്രയും വലിയ വിമർശനമാണ് എം.വി. ഗോവിന്ദന് നേരെ വരുന്നത്. ആ ഒരു വീഡിയോ ഞാൻ വെച്ചു തരാം. അതിനുശേഷം കരഞ്ഞുകൊണ്ട് പത്മജ രംഗത്ത്. ആരാണ് പത്മജ? കോൺഗ്രസിൽ നിന്ന് BJPക്ക് പോയ പത്മജ കരഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. മുരളീധരന്റെ പെങ്ങളായിട്ടുള്ള പത്മജ കരഞ്ഞുകൊണ്ട് അവർക്കൊരു തെറ്റ് പറ്റിയെന്നൊക്കെയാണ് അതിന്റെ ഉദ്ദേശം. ആ ഒരു നടുക്കുന്ന വീഡിയോയും കൂടി ഞാൻ വെച്ചു തരാം. അതിനുശേഷം പിണറായി വിജയനെ വിറപ്പിച്ച ധർമ്മടത്ത് 6 റൗണ്ട് വരെ പിണറായി വിജയൻ പിന്നിലായിരുന്നു. അവിടുത്തെ കോൺഗ്രസിന്റെ യുവനേതാവായ യുവ സ്ഥാനാർത്ഥിയായ റഷീദിനെ കുറിച്ചിട്ട് ഒരു യുവതി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. വലിയ വൈറലാണ്. മണിക്കൂർ കൊണ്ട് മില്യൺ കണക്കിന് വ്യൂസ് ആണ്. നിങ്ങളൊരു പക്ഷേ ആ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ ഓരോരുത്തരും കാണണം. CPM-കാർ അതിനെതിരെ പ്രതിഷേധമാണ്. ആ വീഡിയോ എത്രയും പെട്ടെന്ന് നിരോധിക്കണം, ആ വീഡിയോ എത്രയും പെട്ടെന്ന് ഒഴിവാക്കണം എന്നൊക്കെയാണ് ചിലർ പറയുന്നത്. ആ ഒരു വീഡിയോ ക്ലിപ്പും കൂടി ഞാൻ വെച്ച് തരാം. അപ്പോൾ നമുക്ക് ഒന്നൊന്നായിട്ട് ചർച്ച ചെയ്യാം. അതിനു മുമ്പ് ലൈക്ക് ചെയ്യണം, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ആദ്യം അതായത് നമ്മളിവിടെ കോൺഗ്രസ് ജയിച്ചത് ആഘോഷിക്കുമ്പോൾ ആര് മുഖ്യമന്ത്രിയാവണം ഒക്കെ നമ്മളിങ്ങനെ ഇരുന്ന് ചർച്ച ചെയ്യുമ്പോൾ ഒരാൾ രംഗത്ത് വന്നിട്ട് വിഷം കാറുന്നുണ്ട്. നിങ്ങൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് കേൾക്കണം. ഓക്കെ, അതിന് ചുട്ട മറുപടി ഞാൻ കൊടുക്കാം. കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗിന്റെ ഒരു പ്രസ്താവന കണ്ടു. മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിനെ വെക്കുമ്പോൾ UDF ഒറ്റയ്ക്ക് വെക്കരുത്, കൂടിയാലോചിക്കണം. അതിന്റെ അർത്ഥം എന്താ? ഒരു കോൺഗ്രസ് മന്ത്രിക്ക് പ്രൈവറ്റ് സെക്രട്ടറിയെ വെക്കണമെങ്കിൽ ലീഗിന്റെ അനുവാദം വേണം. ലീഗിന്റെ മന്ത്രിമാരെന്നല്ല പറഞ്ഞത്, UDF-ലെ മന്ത്രിമാർ. നമുക്ക് ഭൂരിപക്ഷം കിട്ടുമെന്നായിട്ടില്ല. ഭൂരിപക്ഷം കിട്ടുമെന്നാവണേൻ്റെ പറഞ്ഞാൽ ലീഗ് അറിയാതെ പേഴ്സണൽ സ്റ്റാഫിനെ വെക്കരുത്. അപ്പോൾ ആ കാര്യങ്ങളിൽ വരെ നിയന്ത്രണം പാണക്കാടായിരിക്കും എന്നുള്ള സൂചനയാണ് ആ തരുന്നത്. അത് കേരളത്തിൻ്റെ ചില സമവാക്യങ്ങൾ അട്ടിമറിക്കും എന്നുള്ളത്. ആ ഭാവത്തോടു കൂടിയാണ് കോൺഗ്രസ് പോകാൻ പോകുന്നതെങ്കിൽ കേരളത്തിലെ മതേതരത്വത്തിന്റെ അവസാനം. എന്റെ പൊന്നു ശശികളാന്ന് വിളിച്ചാൽ എന്നെ നാവിനെന്തെങ്കിലും ആവും. എടീന്നും വിളിക്കരുത്, വലിയ പ്രായമായി. ഇവളെ എന്താണ് വിളിക്കണത്? എന്തിനാണ് സഹോദരി ഇങ്ങനെ വിഷം കാറുന്നത്? സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ലീഗ് ഇങ്ങനൊരു കാര്യം പറഞ്ഞിട്ട് പോലുമില്ല. എന്താ ശശികള നിങ്ങൾക്ക് പറ്റിയത്? എല്ലാരും ഇവിടെ കോൺഗ്രസ് കൊടുങ്കാറ്റിങ്ങനെ ആഘോഷിക്കുമ്പോ, സാക്ഷാൽ മറുനാടൻ പോലും കോൺഗ്രസിനെ അഭിനന്ദിക്കുമ്പോ ഈ പറയുന്ന ശശികള ഇങ്ങനെ വിഷം കാറുകയാണ്. ലീഗ്. ഞാനൊരു കാര്യം പറയാം, മുസൽമാനിലും ക്രിസ്ത്യാനിലും ഹിന്ദുവിലും ഇങ്ങനെയുള്ളവർ ഇരിക്കരുത്. കൂടുതലായിട്ട് വർഗീയത പറയുന്നവരെ നമ്മൾ തുടച്ചു നീക്കണം. ഇവിടെ ഈ പറയുന്ന കോൺഗ്രസ് ജയിച്ചത് ഇവർ ചർച്ച ചെയ്യുന്നില്ല, CPM തോറ്റത് ഇവർ ചർച്ച ചെയ്യുന്നില്ല. ലീഗ് എന്താണ് ഇവിടെ ഞാനൊരു ബാക്കി വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം. 1000 വർഷം ഈ ദുനിയാവിൽ നമ്മൾ ജീവിക്കാമെന്ന് ബിസെടുത്തിട്ടാണോ വന്നത്? ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുമോ എന്ന് എനിക്കറിയില്ല. പിന്നെ എന്തിനാണ് വർഗീയത? ഇവിടെ എല്ലാവരും ഒന്നല്ല, ഒരു ദൈവമേ ഉള്ളൂ. ആ ദൈവത്തിന്റെ പേര് മനുഷ്യ ദൈവമാണ്. നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കുമ്പോഴും ഈ പറയുന്ന പെരുന്നാൾ ആഘോഷിക്കുമ്പോഴും ദീപാവലി ആഘോഷിക്കുമ്പോഴും എല്ലാം പോകുന്നത് ഒരൊറ്റ ദൈവത്തിലേക്കാണ്. ആ ഒരു മഹാസത്യം എന്തുകൊണ്ടാണ് മിസ്റ്റർ ശശികള നീയൊക്കെ മനസ്സിലാക്കുന്നില്ല? തമ്മിലടിപ്പിക്കുകയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ബാക്കി വിഷയത്തിലേക്ക് കിടക്കാം. പൊന്നു മനുഷ്യന്മാരെ, ആദ്യം രാഹുൽ മാങ്കൂടത്തിൽ പിണറായി വിജയനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. ഓക്കെ, ഒരു ഫേക്ക് വാനിറ്റിയിലൂടെ കേരളത്തിലെ പറ്റിച്ചുകൊണ്ട് പോകാം എന്ന് വിചാരിച്ചിരുന്ന ഒരു സർക്കാരിന് മുഖമടച്ച മറുപടി ഈ സ്റ്റേറ്റ് കൊടുത്തിരിക്കുന്നു. അതിൻ്റെ ഉദാഹരണമാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പാർട്ടിയുടെ ഏറ്റവും സുരക്ഷിത കോട്ടയിൽ 6 റൗണ്ട് പിന്നിൽ നിൽക്കുന്നു. 1 ഡസനിലധികം മന്ത്രിമാർ പരാജയപ്പെടുന്നു. മുന്നണിയെ നയിച്ച മുന്നണിയുടെ കൺവീനർ പരാജയപ്പെടുന്നു.
പിന്നെ അതുപോലെ തന്നെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളും സെക്രട്ടേറിയറ്റ് മെമ്പർമാരും ഒക്കെ അവർക്ക് മത്സരിച്ച സീറ്റുകളുടെ പ്രത്യേകത അതെല്ലാം കോട്ടകളാണ്. ആ കോട്ടകളിൽ തന്നെ പരാജയപ്പെടുന്നു. എൻ്റെ പൊന്നു രാഹുലെ, നിന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത ഒരാൾ എന്ന നിലയിൽ ഞാൻ പറയാം, നിങ്ങളുടെ അമ്മയുടെ, അതായത് രാഹുലിന് വലിയ പ്രായമൊന്നും ആയിട്ടില്ല, അതുകൊണ്ടാണ് രാഹുലിനെ നീന്ന് വിളിക്കുന്നത്. അതായത് ഈ പറയുന്ന രാഹുലിൻ്റെ അമ്മയുടെ പ്രാർത്ഥന കൊണ്ടാണ് ഈ പറയുന്ന പിണറായി വിജയൻ ഇങ്ങനെ തോറ്റു പണ്ടാരടങ്ങിയതെന്ന് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെയാണ്. ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഈ പറയുന്ന വളഞ്ഞിട്ടാണ് നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിനെ പിണറായി വിജയന്റെ പോലീസ് അറസ്റ്റ് ചെയ്തത്. വെറുതെ ഇല്ലാത്ത കേസിൽ, ഒരു മുക്കും മൂലയും ഇല്ലാത്തൊരു കേസിൽ എന്താണല്ലേ ആ പാവത്തെ നിങ്ങൾ വളഞ്ഞിട്ട് ആക്രമിച്ചിട്ടില്ലേ. ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ഇഷ്ടംപോലെ ചർച്ച ചെയ്തത് കൊണ്ട് ഞാൻ വീണ്ടും ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല, ലാഗ് അടിക്കും, അതുകൊണ്ടാണ്. ഓക്കെ, പത്മജ കരഞ്ഞുകൊണ്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്, നമുക്കത് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. ഓക്കെ, കുറച്ച് സങ്കടമുണ്ട്. നമുക്ക് എന്തൊക്കെ പറഞ്ഞാലും ആഘോഷങ്ങളെ നമ്മൾ എപ്പോഴും ആഘോഷിക്കുന്നത് തന്നെയാണ്. പക്ഷെ അപ്പോഴും എന്റെ പൊന്നു പത്മജ, BJPക്ക് പോകുമ്പോ ചിന്തിക്കണമായിരുന്നോ ഇപ്പൊ സങ്കടമുണ്ടെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യമാണ് പത്മജ? പത്മജക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. പത്മജ പറയാണ് സങ്കടമുണ്ട്. പത്മജ, നീയൊക്കെ കോൺഗ്രസിനെ ചതിക്കുമ്പോ, ED വരുമെന്ന് പേടിച്ചിട്ട് കോൺഗ്രസിനെ ചതിക്കുമ്പോ ചിന്തിക്കണമായിരുന്നു ഒരു കാലത്ത് കോൺഗ്രസ് അധികാരത്തിൽ വരും. ഇല്ലെങ്കിൽ നീയൊക്കെ ഇപ്പോൾ MLA ആയിരിക്കേണ്ട ആളാണ് പത്മജ. ഇപ്പോൾ സങ്കടമുണ്ടെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യമാണ് മിസ്റ്റർ പത്മജ ഉള്ളത്? പുന്നുമനുഷ്യന്മാരെ, MV ഗോവിന്ദന്റെ വിഷയത്തിലേക്ക് കടക്കാം. അതിനു മുമ്പ് പിണറായി വിജയനെ 6 റൗണ്ടിൽ തോപ്പിച്ച ആ ഒരു റഷീദിനെ കുറിച്ചിട്ട് ഒരു യുവതി പറഞ്ഞത് നിങ്ങൾ ഓരോരുത്തരും കേൾക്കണം. ഓക്കെ, VP അബ്ദുൾ റഷീദ് പിണറായി വിജയൻ വെറുക്കുന്ന, ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു പേരായിരിക്കും. സാക്ഷാൽ പിണറായി വിജയനെ ആന കുത്തിയാൽ മറിയാത്ത കോട്ടയായ ധർമ്മടത്തിട്ട് വിറപ്പിച്ച പോരാളി. 6 റൗണ്ടുകളിലാണ് കോൺഗ്രസിന്റെ യുവ നേതാവിന് മുന്നിൽ സാക്ഷാൽ പിണറായി വിജയൻ വിറച്ചു നിന്നുപോയത്. വോട്ടെണ്ണൽ തുടങ്ങിയതിനു ശേഷം 4.5 മണിക്കൂറാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള സഖാക്കന്മാർക്ക് പിണറായി വിജയൻ ലീഡ് ചെയ്യുന്നു എന്നൊരു സ്ക്രോൾ വാർത്ത കാണാൻ വേണ്ടി കാത്തിരിക്കേണ്ടി വന്നത്. റഷീദിന്റെ അതികഠിനമായ പോരാട്ടത്തിൽ സ്വന്തം പഞ്ചായത്തിൽ പോലും പിണറായി വിജയൻ പുറകിലായിപ്പോയി. വോട്ട് ചോദിക്കാൻ വേണ്ടി കടന്നു ചെല്ലാൻ പറ്റാത്ത പാർട്ടി ഗ്രാമങ്ങളിൽ ഇരുട്ട് വീണാൽ ഫ്ലക്സ് കുത്തിക്കേറുകയും കട്ടുകൊണ്ടുപോവുകയും ചെയ്യുന്ന പാർട്ടി അടിമകൾക്കിടയിൽ റഷീദ് ഏറെക്കുറെ ഒറ്റക്ക് നിന്ന് പോരാടി എന്ന് വേണം പറയാൻ. ധർമ്മടത്ത് ഇലക്ഷൻ പ്രചാരണത്തിന് വേണ്ടി വന്ന ഒരേ ഒരു നേതാവ് രമേശ് ചെന്നിത്തല മാത്രമാണെന്ന് റഷീദ് പറഞ്ഞിരിക്കുകയാണ്. ഒരുപക്ഷെ 100% തോക്കുന്ന സീറ്റാണ് എന്ന് ആദ്യമേ മുദ്ര കുത്തിയത് കൊണ്ടാവാം രമേശ് ചെന്നിത്തല ഒഴികെ മറ്റൊരു നേതാവും അവിടേക്ക് പോകാതിരുന്നത്. പക്ഷെ അപ്പോഴും ഒറ്റയ്ക്ക് പോരാടി 50,123 വോട്ടിന്റെ ലീഡെന്ന 2021 പിണറായി വിജയന്റെ തന്നെ റെക്കോർഡ് ലീഡ് 19,247 വോട്ടുകളാക്കി കുറച്ച് നിറം കെട്ട, പിണറായി വിജയൻ ഒരിക്കലും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു വിജയമാക്കി 2026 മാറ്റാൻ റഷീദിന് കഴിഞ്ഞിരിക്കുന്നു. ഒരുപക്ഷെ രമേശ് ചെന്നിത്തലയെ പോലെ കേരളത്തിലെ കോൺഗ്രസിന്റെ മുൻനിര നേതൃത്വം ധർമ്മടത്ത് റഷീദിന് ശ്രദ്ധയും പിന്തുണയും നൽകിയിരുന്നുവെങ്കിൽ 1971 തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ സാക്ഷാൽ EK നായനാരെ പൊട്ടിച്ചുകൊണ്ട് ജയന്റ് കില്ലറായ അന്നത്തെ KSU സംസ്ഥാന പ്രസിഡന്റ് കടന്നപ്പള്ളി രാമചന്ദ്രനെ പോലെ സാക്ഷാൽ പിണറായി വിജയനെ പാർട്ടിയുടെ ഉരുക്കുകോട്ടയായ ധർമ്മടത്ത് പോരാടി തോൽപ്പിച്ചുകൊണ്ട് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ജയന്റ് കില്ലറായി മാറാൻ അബ്ദുൾ റഷീദിന് കഴിയുമായിരുന്നു. സത്യസന്ധമായിട്ടാണ് പറഞ്ഞത്. അവിടെ ആരും പോയിട്ടില്ല. പോവാത്തത് പിണറായി വിജയന്റെ മണ്ഡലമാണെന്ന് ഓർത്തിട്ടാണ്. പോയിരുന്നെങ്കിൽ ഉറപ്പായിട്ടും പിണറായി വിജയൻ അവിടെ തോറ്റു പണ്ടാരടങ്ങുന്നതിൽ യാതൊരു തർക്കവുമില്ല. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാരണം, അതായത് ഭരണവികാര വിരുദ്ധതയാണ്. പിണറായി വിജയൻ ഒന്ന് എങ്ങനെയെങ്കിലും മാറി കിട്ടിയാൽ, ഇതിപ്പോൾ ഞാനൊരു കാര്യം പറയാം, CPM മിനിമം ഒരു 60 സീറ്റ് നേടേണ്ടതാണ്. അവർ 3ാമത് പിണറായി വിജയൻ തന്നെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞത് കൊണ്ടാണ് അവർക്ക് വീണ്ടും സീറ്റ് കിട്ടാത്തത്. അതായത് അവർക്ക് ഇങ്ങനൊരു അതായത് ഇങ്ങനെ പറയാമായിരുന്നു, മുഖ്യമന്ത്രി ആരെന്ന് ഞങ്ങൾ പിന്നീട് തീരുമാനിക്കാം, തൽക്കാലം ഇലക്ഷൻ ഒന്ന് വെക്കുന്നു എന്ന് പറഞ്ഞാൽ പിന്നീട് ആൾക്കാർ വോട്ടിടുമായിരുന്നു. പിണറായി വിജയൻ ആയതുകൊണ്ടാണ് ഒരൊറ്റ മനുഷ്യന്മാരും ഇങ്ങനെ വോട്ടിടാത്തത്. ഓക്കെ, നമുക്ക് MV ഗോവിന്ദന്റെ അവസ്ഥ എന്താണ് ഈ ഒരു വീഡിയോയും കൂടി നിങ്ങൾ കാണണം. ഓക്കെ, CPIM കേരള എന്ന ഫേസ്ബുക്ക് ഹാൻഡിലിൽ, ഔദ്യോഗിക ഹാൻഡിലിൽ MV ഗോവിന്ദന്റെ വാർത്താ സമ്മേളനം അറിയിച്ചുകൊണ്ട് ഒരു പോസ്റ്റർ ഇട്ടിട്ടുണ്ട്. MV ഗോവിന്ദൻ വെളുക്കെ ചിരിച്ചുകൊണ്ടാണ് ആ പോസ്റ്ററിലുള്ളത്. അതിന്റെ താഴെ വരുന്ന കമന്റുകളിൽ വായനായോഗ്യമായ ചില കമന്റുകൾ പരാമർശിച്ചു പോവുകയാണ്. തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് സ്വയം സെക്രട്ടറി സ്ഥാനം ഒഴിയുക, മാതൃകയാവുക. അടുത്തത്, തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് പാർട്ടി സെക്രട്ടറി സ്ഥാനം രാജിവെക്കുക, സ്വയം സെക്രട്ടറി സ്ഥാനം ഒഴിയുക, നന്നായി സംസാരിക്കാൻ കഴിയുള്ളവർക്ക് കൊടുക്കുക സെക്രട്ടറി സ്ഥാനം. P. ജയരാജൻ, M. സ്വരാജിൻ്റെയൊക്കെ പേര് പറയുന്നുണ്ട്. ഒപ്പം തന്നെ
അതിൽ വരുന്നത് മറ്റൊന്ന്, തോൽവിയുടെ ഉത്തരവാദിത്തം എടുത്ത് രാജിവെക്കുക, അതിൽ കുറഞ്ഞൊന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെ ഒന്നിന് പിറകെ ഒന്നായി ഈ രീതിയിലുള്ള കമൻറ്റുകൾ പോവുകയാണ്. സമീപകാലത്തൊന്നും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ കാലത്തൊന്നും CPM-ൻ്റെ ഒരു ഔദ്യോഗിക ഹാൻഡിലിൽ ഈ രീതിയിൽ ഉള്ളൊരു മുറവിളി കണ്ടിട്ടില്ല. ചില രാഷ്ട്രീയ എതിരാളികൾ വന്ന് പല രീതിയിലും ട്രോളിടാറുണ്ട്, വിമർശിക്കാറുണ്ട്. പക്ഷേ CPM-നെ ഇത്രകാലവും പിന്തുണച്ച, സോഷ്യൽ മീഡിയയിൽ CPM-ന് വേണ്ടി പോരാടിയ പ്രൊഫൈലുകളിനടക്കം MV ഗോവിന്ദൻ ഇറങ്ങിപ്പോകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കമൻറ്റുകൾ ഈ രീതിയിൽ പ്രചരിക്കുകയാണ്. എങ്ങനെ വരാതിരിക്കും? ഒരു കാര്യം പറയാം, MV ഗോവിന്ദൻ മാറിന്നാൽ അവിടെ നേതാക്കളില്ല. ഇവിടെ നിലവിൽ CPM-കാർ കോൺഗ്രസിനെ കളിയാക്കി ചിരിക്കുകയാണ്. കോൺഗ്രസിലെ വലിയ നേതാക്കൾ മറ്റേ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി പിണങ്ങുന്നു എന്ന് പറഞ്ഞിട്ട്. ഇത് കോൺഗ്രസിന്റെ വലിയൊരു ജയമാണ്. കാരണം ഒന്നിനൊന്നിന് മെച്ചപ്പെട്ട ഇഷ്ടംപോലെ നേതാക്കൾ ഉണ്ടായത് കോൺഗ്രസിന്റെ വലിയ വിജയമാണ്. മനുഷ്യന്മാരെ, ഇവിടെ നോക്കൂ, ഒരു നേതാവാക്കാൻ പോലും അവിടെ CPM-ന് ആളില്ല. CPM തെണ്ടുകയാണ്. പിന്നീട് കല്ലേറല്ലാതെ പിന്നെ എന്താണ്? സത്യം പറഞ്ഞാൽ നല്ലവരായ സഖാക്കളാണ് ഇങ്ങനെയൊക്കെ കമന്റ് ഇടുന്നത്. ഓക്കെ, അപ്പോൾ തൽക്കാലം വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോ ആയി ഉടൻ വരാം. ഓക്കെ, ബൈ.